ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 250 കപ്പിന് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മാത്രം ഉഴുന്നാണ്. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 4 മണിക്കൂർ കുതിർത്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കുതിർത്തെടുത്തിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഇതാ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത അരിയുടെ പകുതി ഇതുപോലെ അങ്ങോട്ട് കൊടുക്കും. ഈ അരി ഇപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് പകുതി ആദ്യം ഇതുപോലെ അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. ഈ 1/2 കപ്പ് തേങ്ങയിൽ നിന്ന് 1/4 കപ്പ് തേങ്ങ ഇപ്പം ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 1/4 കപ്പ് തേങ്ങ നമുക്ക് രണ്ടാമത് അരി അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് ചോറും ഇതിലേക്ക് വേണം. ആദ്യം 1/4 കപ്പ് ഇതുപോലെ അങ്ങോട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ചോറ് അവിടെ മാറ്റി വെക്കാം. നമുക്ക് രണ്ടാമത് അരി അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി കുതിർത്തെടുത്ത ആ ഒരു വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അരി ആദ്യമേ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തെടുക്കണം എന്ന് പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അരിയും ഇതുപോലെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1/4 കപ്പ് ചോറും പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും. ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കും. അങ്ങനെ ഈ അരി ഫുള്ളായിട്ടും ഞാൻ ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. ഇതിപ്പം കണ്ടില്ലേ, ഞാൻ ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ പൊങ്ങിക്കിട്ടാൻ വേണ്ടി മാറ്റി വെക്കും. ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 മണിക്കൂറാണ് ഇതിപ്പം പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിതിന് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിപ്പം കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. അങ്ങനെ ഇതിപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നമുക്ക് ഈ ഗ്ലാസിൻ്റെ എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കും. ഇതുപോലെ എല്ലാ ഗ്ലാസിൻ്റെയും വെളിച്ചെണ്ണ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കും. ഗ്ലാസ് നിറച്ചും ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഗ്ലാസിൻ്റെ പകുതി മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ എല്ലാ ഗ്ലാസ്സിലേക്കും ഞാൻ ഇതുപോലെ പകുതി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുക്കും. നല്ല പോലെ ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇതെല്ലാതും ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം
അടച്ചു വെച്ച് കൊടുക്കും. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ വലിയ ചൂടൊന്ന് ആറിയതിന് ശേഷം ഇതുപോലൊന്ന് സൈഡ് വിടിയിപ്പിച്ചിട്ട് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇതെല്ലാതും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആ ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നേരത്തെ വേവിച്ചെടുത്തതുപോലെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത്. ഇത് കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.